നമുക്കൊരു ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക് നോക്കിയാലോ. ലോകത്തിലെ തന്നെ മരണകാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം. ഇതൊരു ജീവിതശൈലി രോഗമാണ്. തലച്ചോറിലെ രക്തധമനികളിൽ ചെറുതായോ വലുതായോ ഉണ്ടാകുന്ന തകരാറ് മൂലമാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇത് രണ്ട് തരത്തിലുണ്ടാകാം. ഒന്ന്, തലച്ചോറിലോട്ടുള്ള രക്തധമനി ക്ലോട്ട് വന്ന് അടഞ്ഞ് തലച്ചോറിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം നിലച്ചു പോകുന്ന അവസ്ഥ. ഇതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയും. സ്ട്രോക്കിൻ്റെ 75% ഈ സ്ട്രോക്കാണ്. രണ്ടാമതായി, തലച്ചോറിനുള്ളിലെ ധമനികൾ പൊട്ടി തലച്ചോറിനുള്ളിൽ രക്തസ്രാവം ഉണ്ടാക്കുന്ന ഹെമറേജിക് സ്ട്രോക്ക്. സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്നുണ്ടാകുന്ന ചിറികോടൽ, സംസാരത്തിനുണ്ടാകുന്ന വ്യത്യാസം, ഒരു വശത്തുള്ള കൈകാലുകളുടെ ചലനം നഷ്ടപ്പെടുക, ബാലൻസ് ഇല്ലാതെ ഇരിക്കുക, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടനുഭവപ്പെടുക. ഇത്രയും ലക്ഷണം തുടങ്ങുകയാണെങ്കിൽ രോഗിയെ CT MRI ചെയ്യാൻ പറ്റുന്ന സ്ട്രോക്ക് സെൻറ്ററിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ 4.5 മണിക്കൂറിനകം രോഗിയെ ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ചാൽ രക്തം കട്ടപിടിച്ചത് അലിഞ്ഞു പോകാനുള്ള ത്രോംബോലൈസിസ് എന്ന ചികിത്സാരീതി ഉപയോഗപ്പെടുത്താം. മരുന്നുകൾ കൊണ്ട് മാറ്റാൻ കഴിയാത്ത ക്ലോട്ടാണെങ്കിൽ എൻഡോവാസ്കുലർ തെറാപ്പി എന്നൊരു ചികിത്സാരീതിയുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്നൊരു ചികിത്സാരീതിയും ലഭ്യമാണ്. മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുമ്പോൾ ആ ഒരു ത്രോംബസ് അഥവാ ക്ലോട്ട് അതിനെ പൂർണ്ണമായും റിമൂവ് ചെയ്യുന്നൊരു ചികിത്സാരീതിയാണ്. പുകവലി, മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിയന്ത്രിക്കുക. അതിലൂടെ സ്ട്രോക്ക് ഒരു പരിധിവരെ നമുക്ക് തടയാനായിട്ട് സാധിക്കും. ഇനി രക്തസ്രാവമുള്ള ഹെമറേജിക് സ്ട്രോക്ക് ആണെങ്കിൽ അതിനു രക്തസ്രാവം നീക്കാനുള്ള സർജറി തന്നെ ചിലപ്പോൾ വേണ്ടിവരും. ഹൈപ്പർ ടെൻഷൻ ആണ് ഇത് വരാനുള്ള മെയിൻ കാരണം. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്ട്രോക്കിൻ്റെ യഥാർത്ഥ ചികിത്സാ രീതി. ഒരിക്കൽ സ്ട്രോക്ക് സംഭവിച്ച് സ്തംഭനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ചികിത്സ എന്ന് പറയുന്നത് രോഗിയെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അതിനായി ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ അഥവാ ഫിസിയോതെറാപ്പി, കൈകാലുകളുടെ ചലനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി. ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.